ഓക്കെ, അപ്പോൾ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി. അത് കഴിഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് വരുന്നത്. അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ആദ്യം എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇതിലിപ്പം ഫസ്റ്റ് ഓർഡർ തൊട്ട് അവർ പറയുന്നുണ്ട് ആദ്യം തൊട്ട്. അതായത് ആദ്യം നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രിയാണ്. അത് ഇതിൽ എഴുതിയിട്ടില്ല. ആപ്ലിക്കേഷൻ മണി റിസീവ് എന്ന് നമുക്കറിയാം, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി എപ്പോഴും അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫർ ചെയ്യണം ഷെയർ ക്യാപിറ്റലിലോട്ട്. കിട്ടിയ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാലേ ചിലപ്പോൾ നമുക്ക് അധികം ആപ്ലിക്കേഷൻ വരും, ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുതലായിട്ട് വരും. അങ്ങനെ എണ്ണം കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമുക്കിപ്പോൾ 2000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, നമുക്ക് 2500 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ 2500-ല് 2000-ന്റെ ആപ്ലിക്കേഷൻ മണി എടുത്തിട്ട് ബാക്കി 500 ചിലപ്പോൾ തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പൊ ആപ്ലിക്കേഷൻ മണി ഒരു 3 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചുള്ളൂ. അപ്പൊ ഈ 500 ഷെയർസിന്റെ ആ 3 rupees വെച്ചിട്ടുള്ളത് നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. എക്സസ് ആപ്ലിക്കേഷൻ മണി വല്ലതും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യുന്ന ജേണൽ എൻട്രിയും കൂടെ ഉണ്ട്. അങ്ങനെയുള്ള റീഫണ്ട് വരുവാണെങ്കിൽ മാത്രം, എക്സസ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ജേണൽ എൻട്രി വരത്തുള്ളൂ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, കിട്ടിയ എമൗണ്ട് തിരിച്ചു കൊടുക്കും. പിന്നെ അലോട്ട്മെന്റിന്റെ ഡ്യൂ എൻട്രി, അലോട്ട്മെന്റ് ഡ്യൂ ആവുമ്പോൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഇതിനെ ഒരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം കേട്ടോ. ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം ഈ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിനെ. ഇത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടുകളാണിത്, നമ്മളെ ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഈ എമൗണ്ട് കളക്ട് ചെയ്ത് ഈ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. ഇതിനൊരു പെർമനന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല. നമ്മളിത് ക്രിയേറ്റ് ചെയ്യും, ഷെയർ ക്യാപിറ്റലിലോട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും, കളക്ട് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ഇതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നത്. ആപ്ലിക്കേഷൻ ആയാലും അലോട്ട്മെന്റ് ആയാലും കോൾ ആയാലും ഓരോ അക്കൗണ്ടും. അപ്പൊ നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള അക്കൗണ്ട്. അതിലായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ. ഇനി അലോട്ട്മെന്റ് കേസിലും നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ കൂടും. ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് അവിടെ ക്ലോസ് ആവും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, അലോട്ട്മെന്റ് എമൗണ്ട് കിട്ടുമ്പോൾ. പിന്നെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോളാണ്. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് 2 എൻട്രീസും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഈ ആപ്ലിക്കേഷനും അലോട്ട്മെന്റ് എൻട്രീസ് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ എക്സസ് ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അലോട്ട്മെന്റിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവർ ഈ എഴുതിയേക്കുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്ന അതാണ്, ആപ്ലിക്കേഷൻ വഴി നമുക്ക് എമൗണ്ട് കിട്ടിയപ്പോൾ കുറച്ച് അധികം കിട്ടി, നമ്മളത് റീഫണ്ട് ചെയ്യാതെ ബാക്കി എമൗണ്ട് അലോട്ട്മെന്റിലേക്ക് യൂട്ടിലൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി കാണിച്ചിരിക്കുന്നത്. എക്സസ് ആപ്ലിക്കേഷൻ മണി ഫുള്ളി റീഫണ്ട് ചെയ്യാതെ ഒരു പോർഷൻ അലോട്ട്മെന്റിലേക്ക് എടുത്തു, ബാക്കി റീഫണ്ട് ചെയ്തു, അങ്ങനെ. ഓക്കെ, ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നല്ല ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കമ്പനിയാന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ആകെ ഇഷ്യൂ ചെയ്യുന്നത് 2000 ഷെയർസ് മാത്രമേ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ഒരു ബാങ്ക് വഴിയോ, ഇപ്പൊ SBI പോലെയുള്ള ബാങ്കുകൾ വഴിയാണ് മിക്ക നല്ല കമ്പനീസും അവരെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആപ്ലിക്കേഷൻസ് ഒരുപാട് ആൾക്കാർ സബ്മിറ്റ് ചെയ്യും. ഇപ്പൊ 2000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ എത്ര ഷെയർസിന് അപ്ലൈ ചെയ്താലും ബാങ്ക് വേണ്ടാന്ന് പറയത്തില്ല. അപ്പൊ ചിലപ്പോൾ 3000 ഷെയർസിനൊക്കെ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും, ബാങ്ക് വാങ്ങിച്ചു വെക്കും. മനസ്സിലായോ? ബാങ്കുകൾ വഴിയാണ് ഇവരിത് ചെയ്യുന്നത് മിക്കപ്പോഴും. അപ്പോൾ ആ എക്സസ് വരുന്നതെന്ന് വെച്ചാൽ ഇവർ കമ്പനിക്ക് തന്നെ അത് കൊടുക്കും. ബാങ്ക് അത് കയ്യിൽ വെക്കാതെ കമ്പനിക്ക് തന്നെ കൊടുക്കും. അപ്പൊ കമ്പനിയാണ് തീരുമാനിക്കുന്നത് ഇതിപ്പോ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണോ,
അതോ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു മെത്തേഡ് പഠിക്കും, പ്രോറേറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നമ്മൾ പഠിക്കും. അതായത് 2 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 ഷെയർ കൊടുത്തിട്ട് അവർ തന്ന ആപ്ലിക്കേഷൻ മണിയിൽ നിന്ന് ബാക്കി എമൗണ്ടിനെ അലോട്ട്മെന്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിക്കും ഇനി അങ്ങോട്ട്. ആ രീതിയിൽ ചെയ്യും. അല്ലെങ്കിൽ 2000 ഷെയർസ് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ള 1000 ഷെയർസ് അങ്ങ് തിരിച്ചു കൊടുക്കും. 1000 പേർക്ക് അവരുടെ തന്ന എമൗണ്ട് അങ്ങ് തിരിച്ചു കൊടുക്കും. അങ്ങനെ വേണേലും ചെയ്യാം. അത് കമ്പനിയുടെ ഇഷ്ടം അനുസരിച്ചാണ്. മനസ്സിലായോ? അങ്ങനെയല്ല, നമുക്ക് ആകെപ്പാടെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം. നമുക്ക് 2000 ഷെയർസ് ആകെ ഉള്ളൂ എന്ന് വിചാരിച്ചോ. നമുക്ക് മൊത്തം 5000 ഷെയർസ് ഉണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ആകെ 2000 ഇപ്പൊ തൽക്കാലം ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുക ആവശ്യമുള്ളവ എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ഷെയർസ് നമ്മൾ തൊടത്തില്ല. നമ്മൾ എത്രയാണോ പബ്ലിക് ഇഷ്യൂ ചെയ്തത് ആ ഷെയർസേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ വന്നാൽ നോർമലി നമ്മൾ ആ ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കും. കാരണം ഞങ്ങൾക്ക് 2000 ഷെയർസേ നിങ്ങൾക്ക് തരാനുള്ളൂ, നിങ്ങൾ തന്ന എക്സ്ട്രാ ആപ്ലിക്കേഷൻ മണി ഞങ്ങൾ റീഫണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കലാണ് പതിവ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാ ഇതിന്റെ ഒരു ഫ്ലോ പോകുന്നത്. പിന്നെ ചില കമ്പനീസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ഇവർക്ക് ആകെ 2000 ഷെയർസേ ഉള്ളെങ്കിലും ഇവര് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 2 ഷെയർ ചോദിച്ചവർക്ക് 1 ഷെയർ കൊടുക്കും. കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് എക്സസ് ആയിട്ട് കളക്ട് ചെയ്ത ആപ്ലിക്കേഷൻ മണിയെ അലോട്ട്മെന്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യും. മനസ്സിലായോ? ഈ ചാപ്റ്റർ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും അത് എന്താണ് പ്രോറേറ്റ അലോട്ട്മെന്റ് എന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ് മിക്ക കമ്പനീസും ഫോളോ ചെയ്യുന്നേ, എക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ കിട്ടുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതെന്തായാലും നമ്മൾ പഠിക്കും. പറഞ്ഞോ. ഇല്ല. ഓക്കെ, ഇനി ഇപ്പൊ ആപ്ലിക്കേഷനും അലോട്ട്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നിച്ച് കളക്ട് ചെയ്യുമെന്ന് ക്വസ്റ്റിനെ പറയുവാണെങ്കിൽ മാത്രം ഈ ജേർണൽ എൻട്രീസ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് എഴുതും. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ ആയിരിക്കും ഷെയർ ക്യാപിറ്റലിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ആദ്യം അത് കളക്ട് ചെയ്തു, ഷെയർ ക്യാപിറ്റലിലേക്ക് ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഇത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കും. ഒരുമിച്ച് കളക്ട് ചെയ്യുവാണെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ടുഗദർ എന്നുള്ളത് പറഞ്ഞിരിക്കും. ഇപ്പൊ വേറെ വ്യത്യാസമൊന്നുമില്ല, പേര് മാത്രം ഒരുമിച്ച് എഴുതും. ഇപ്പൊ റീഫണ്ട് ഉള്ള കേസിലാണെങ്കിലും ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഒരുമിച്ചാണെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. റീഫണ്ട് നമ്മൾ റിജക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് റീഫണ്ട് കൊടുക്കും. ഇനി അലോട്ട്മെന്റ് മണി കിട്ടുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട്. നമുക്ക് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടിയുണ്ട്. ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് കമ്പനിക്ക് വേണമെങ്കിൽ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം, ഒറ്റ അക്കൗണ്ട് ആയിട്ട്. അത് മാത്രമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇനി കോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഷെയറിന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന 3rd സ്റ്റേജ് ആണ് കോള്. യൂഷ്വലി ഫസ്റ്റ് കോളും സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അത്രേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ചില കേസിലൊക്കെ 3rd കോള് വരും. മാക്സിമം 2 കോളൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോള് ഒറ്റ കോളേ ഉള്ളെങ്കിൽ നമ്മൾ എഴുതും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന്. 2 കോൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതും, പിന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അങ്ങനെ എഴുതും. അപ്പൊ ഇവിടെ നമുക്ക് ഷെയറിന്റെ ഫസ്റ്റ് കോളാണ് എഴുതുന്നത്, ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഡ്യൂ ആവുമ്പോൾ എമൗണ്ട് കിട്ടാനുണ്ട്, കോൾ മണി കളക്ട് ചെയ്യാനുണ്ട്. ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി എമൗണ്ട് കിട്ടുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ കോൾ അക്കൗണ്ട്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഈ കോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കോൾ മണി കളക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഫേസ് വാല്യൂവിന്റെ 25% കൂടുതൽ കോൾ മണി കളക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ 100 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ എങ്കിൽ മാക്സിമം കോൾ മണി ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന 25 റുപ്പീസ് ആയിരിക്കണം. അതിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ 25 എബോവ് ആണെങ്കിൽ അത് സെക്കൻഡ് കോൾ ആക്കിയിട്ട് പിന്നീട് കളക്ട് ചെയ്യണം ബാലൻസ്. അങ്ങനെ എപ്പോഴും നമ്മൾ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫേസ് വാല്യൂവിന്റെ 25% എബോവ് ഒരിക്കലും കോൾ മണി പോകാൻ പാടില്ല, കോൾ എമൗണ്ട്.
അതാണ് അതിലുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ബാക്കിയുള്ളത് നമ്മൾ എൻട്രീസ് എല്ലാം പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വെച്ച് പറയുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. മോണ എർത്ത് മൂവർ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ഇഷ്യൂ 12,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. അപ്പോൾ ഇവര് ഇഷ്യൂ ചെയ്യുന്നത് 12,000 ഷെയർസ് ആണ്. ഫേസ് വാല്യൂ ആണ് ഈ തന്നേക്കുന്നത് 100 rupees. പേയബിൾ അറ്റ് 30 ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ മണി 30 rupees. അലോട്ട്മെന്റ് മണി തന്നിട്ടുണ്ട് 40. ഫസ്റ്റ് കോൾ എമൗണ്ട് 20 ആൻഡ് ബാലൻസ് ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ബാലൻസ് എമൗണ്ട് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എമൗണ്ട് തന്നിട്ടില്ല. അപ്പം 100 മൈനസ് 30, 40 ആൻഡ് 20 അത് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ 40, 30, 70, 80, 90. അപ്പൊ 10 rupees മാത്രമാണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ? ഓക്കെ, 10 rupees സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ആപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് ഫോർ 13,000 ഷെയർസ്. അപ്പൊ എന്താ, കൂടുതൽ ആപ്ലിക്കേഷൻ കിട്ടി അല്ലേ? നോക്കിക്കേ, 12,000 ഇഷ്യൂ വന്നിട്ടുള്ളൂ, ബട്ട് 30,000 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. The directors decided to reject application of 1,000 shares and their application money refund in full. അപ്പോൾ ഇവരെന്ത് തീരുമാനിച്ചു? 12,000 ഷെയർസ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളൂ, അതുകൊണ്ട് 13,000 വന്നെങ്കിലും 1,000 ഞങ്ങൾ ഫുൾ ആയിട്ട് റിജക്ട് ചെയ്യാണ്, അതിന്റെ ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ തിരിച്ചു കൊടുക്കുന്നത് ജേർണൽ എൻട്രി എഴുതുന്ന പാടൊന്നുമില്ല. കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് എഴുതും. റീഫണ്ട് ചെയ്യുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1,000 ഷെയർസിന്റെ മാത്രം എമൗണ്ട് തിരിച്ചു കൊടുക്കും. അതെപ്പോഴും നമ്മൾ തേർഡ് ജേർണൽ എൻട്രി ആക്കി വേണം എഴുതാൻ. മൂന്നാമത്തെ ജേർണൽ എൻട്രി ആയിട്ട് ആദ്യം ഷെയർ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതണം. അത് കഴിഞ്ഞിട്ട് ആ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ, ആ ജേർണൽ എൻട്രി എഴുതണം. തേർഡ് വൺ ആയിരിക്കണം റീഫണ്ടിൻ്റെത്. അപ്പൊ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും മനസ്സിലായി. പിന്നെ മണി ബീങ് റീഫണ്ടഡ് ഇൻ ഫുൾ, അത് ഓക്കെ. അലോട്ട്മെന്റ് മണി വാസ് ഡ്യൂലി റിസീവ്ഡ് ഓൺ ഓൾ ദ ഷെയർസ്. ഓക്കെ, അലോട്ട്മെന്റ് മണി നമുക്ക് എല്ലാ ഷെയറിനെയും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓൾ സം ഡ്യൂ ഓൺ കോൾസ് ആർ റിസീവ്ഡ് എക്സെപ്റ്റ് ഓൺ 100 ഷെയർസ്. കോൾസിന്റെ എല്ലാ ഷെയർസിന്റെ നിന്നും പൈസ നമുക്ക് കിട്ടി, ബട്ട് ഒരു 100 ഷെയർസിന്റെ ആൾക്കാർ നമുക്ക് തന്നിട്ടില്ല, കിട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ 100 ഷെയർസിന്റെ എമൗണ്ട് കോൾ മണി കിട്ടിയിട്ടില്ല. അപ്പൊ കോൾ മണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളും കിട്ടിയിട്ടില്ല, സെക്കൻഡ് കോളും കിട്ടിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ചെയ്യാലോ. അപ്പൊ ഇത് ചെയ്തു തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് എത്രയാണോ ഫുൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് അതാണ് എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇപ്പൊ ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 13,000 ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി ക്വസ്റ്റ്യനിലുണ്ട് 30 × 30. 13,000 × 30 ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഫുൾ എമൗണ്ട് കാണിക്കണം. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ മണി ഓൺ 13,000 ഷെയർസ് അറ്റ് ₹30 പെർ ഷെയർ റിസീവ്ഡ്. അപ്പൊ നറേഷൻ എഴുതുമ്പോഴും ക്ലിയർ ആയിട്ട് തന്നെ എഴുതുക, എത്ര ഷെയർസ് എത്ര രൂപ എന്നുള്ളത് മെൻഷൻ ചെയ്ത് എഴുതണം. അപ്പൊ അതിനകത്ത് 13,000 ഷെയർസ് അറ്റ് ₹30 ഫുൾ എമൗണ്ട് കാണിച്ചു. ഇനി ഇതിൽ നമുക്ക് ഷെയർ ക്യാപിറ്റലോട്ട് പോകുന്നത് എത്രയാണോ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തത് അത്രയും മാത്രമേ നമുക്ക് നമ്മുടെ ഷെയർ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ വരുന്നത് അപ്പൊ 12,000 ഷെയർസിന്റെ 30 rupees മാത്രമേ നമുക്ക് നമ്മുടെ ഷെയർ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വരാൻ പോകുന്നത് വെച്ചാൽ റീഫണ്ട് ചെയ്യണം. ബാക്കി എമൗണ്ട് നമുക്ക് റീഫണ്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ 1,000 ഷെയർസ് നമുക്ക് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് കൊടുക്കണം. 1,000 × 30 rupees. അതാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 30,000, 30,000. ഈ 3 ജേർണൽ എൻട്രി ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അടുത്തത് അലോട്ട്മെന്റ്. അലോട്ട്മെന്റിൽ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അലോട്ട്മെന്റ് മണി 40 rupees ആണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ആയാലും അലോട്ട്മെന്റ് ആയാലും കോൾ ആയാലും നമ്മൾ ഇഷ്യൂ ചെയ്ത എമൗണ്ടിൻ്റെത് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പം ലാസ്റ്റ് കേസിൽ ഇവിടെ പറയുന്നു ഒരു 100 ഷെയർസിന്റെ കിട്ടിയില്ല.
കിട്ടാത്ത പോർഷൻ ഉണ്ടെങ്കിൽ കോൾ ആണോ അലോട്ട്മെന്റ് ആണോ ഏതിലാണോ കിട്ടാത്തത് അവിടെ നമ്മൾ അത് കൺസിഡർ ചെയ്താൽ മതി. അതും റെസീപ്റ്റിന്റെ സമയത്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ കിട്ടാത്തത് റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ. അപ്പോൾ അലോട്ട്മെന്റിന്റെ കേസും കിട്ടിയില്ല എന്നൊന്നും നമ്മളോട് പറയത്തില്ല, ഡ്യൂലി റിസീവ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അലോട്ട്മെന്റ് മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ആകെ കിട്ടാത്തത് കോൾസ് ആണ്. അപ്പൊ അലോട്ട്മെന്റിൽ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അപ്പൊ ഡ്യൂ ആവുന്നതെന്ന് വെച്ചാൽ 12,000 ഷെയർസിന് 40 റുപ്പീസ് വെച്ചിട്ടാണ് ഡ്യൂ ആവുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്ത 12,000 ഷെയർസിന് 40 റുപ്പീസ് വെച്ചാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 × 40 നമ്മൾ കളക്ട് ചെയ്യേണ്ട എമൗണ്ട് 4,80,000. അതിന്റെ ജേർണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതൊരു റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്, ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, എന്നിട്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ആ എമൗണ്ട് കളക്ട് ചെയ്ത് ഈ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇവിടെ എമൗണ്ട് കളക്ട് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അപ്പൊ ഇപ്പൊ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിന് ഡെബിറ്റും ക്രെഡിറ്റും വന്നു. അപ്പൊ ആ അക്കൗണ്ട് അങ്ങ് പോയി, ഇനി അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരെ എമൗണ്ട് ശരിക്കും നമ്മുടെ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുമുണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇവിടെ നമുക്ക് ഫുൾ എമൗണ്ട് ഡ്യൂലി കളക്റ്റഡ് എന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 4,80,000 തന്നെ കാണിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത്, അപ്പം ഷെയറിന്റെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഫസ്റ്റ് കോള്. ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് ഇവരിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് 20 റുപ്പീസ് ആണ്. 20. അപ്പോൾ 12,000 × 20 ആണ് ഡ്യൂ എൻട്രിയിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 12,000 × 20. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 12,000 × 20. അപ്പോൾ 2,40,000. 2,40,000 അത് നമ്മൾ എഴുതി. പക്ഷെ ഇവിടെ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കളക്ഷന്റെ ജേർണൽ എൻട്രി ഓൾറെഡി നമുക്ക് എഴുതാം. കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അപ്പൊ പക്ഷെ കളക്ട് ചെയ്യുമ്പോൾ 100 ഷെയർസിന്റെ കോൾ മണി വന്നിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കോളും തന്നിട്ടുണ്ടാകത്തില്ല, സെക്കൻഡ് കോളും തന്നിട്ടുണ്ടാകത്തില്ല. അപ്പൊ 100 ഷെയർസ് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് വേണം നമ്മൾ കളക്ട് ചെയ്യാൻ. അപ്പൊ 11,900 ഷെയർസ്, 11,900 ഷെയർസിന് മാത്രം 20 റുപ്പീസ് വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 100 ഷെയർസിന് കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് 11,900 × 20 റുപ്പീസ് വെച്ചിട്ട് കളക്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അതാണ് 2,38,000. ഓക്കെ. 100 ഷെയർസിന്റെ കിട്ടുന്നില്ല. 100 × 20 2,000 റുപ്പീസ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി സെക്കൻഡ് കോളിനും അതേ അവസ്ഥ തന്നെയാണ്. ബട്ട് ഡ്യൂ എൻട്രി എഴുതുമ്പോൾ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, റിസീവ് ചെയ്യുമ്പോൾ മാത്രം കാണിച്ചാൽ മതി. നമുക്ക് ഡ്യൂ ആവുന്നത് സെക്കൻഡ് കോളിന് 12,000 × നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 10 റുപ്പീസാ ബാലൻസ്. ആ 10 റുപ്പീസ് ശരിക്കും 1,20,000 വെച്ചിട്ട് കളക്ട് ചെയ്യണം. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഈ സെക്കൻഡ് കോള് ലാസ്റ്റ് കോൾ ആയതുകൊണ്ടാണ് ആ ഫൈനൽ കോൾ എന്നുള്ള വേർഡ് അവിടെ ചേർത്തേ. അപ്പൊ ഏതാണോ നമ്മുടെ ഫൈനൽ കോള് അതിന്റെ കൂടെ നമ്മൾ ആൻഡ് ഫൈനൽ കോൾ എന്നും കൂടി ചേർക്കും. ഓക്കെ. അപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമ്മളിവിടെ ഡ്യൂ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ ഡ്യൂ കാണിച്ചു. 12,000 × 10 റുപ്പീസ് 1,20,000. ഇനി കളക്ട് ചെയ്യുന്നത് 11,900 ഇവിടെയും കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കാരണം കോള് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 2 കോളും തന്നിട്ടില്ല, അങ്ങനെയാ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇൻറ്റു 10 റുപ്പീസ് വെച്ചിട്ട് 1,19,000 മാത്രമാണ് നമുക്ക് സെക്കൻഡ് കോളിന്റെ എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ അങ്ങനെ കാണിച്ചു. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഫർദർ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പഠിക്കും. അതായത് ഈ നമുക്ക് കിട്ടാണ്ട പോയ 100 ഷെയർസ് ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ നമുക്ക് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഡെബിറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഷെയർ ഫോർ ഫീച്ചർ എന്നാണ് അതിനെ പറയുന്നത്. ക്യാൻസൽ ചെയ്യുന്നതിനെ പറയുന്നത് ഷെയർ ഫോർ ഫീച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ഷെയർസിനെ ഈ നോൺ പേയ്മെന്റ് ഓഫ് കോൾ എന്നുള്ള റീസൺ വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കും. ഓക്കെ. വേണമെന്നില്ല, വേണം നമ്മളെ ജേർണൽ എൻട്രിയിൽ തന്നെ സൈഡിൽ വേണമെങ്കിൽ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിടാം, നമുക്കത് പ്രശ്നമല്ല. അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടിന്റെ കൂട്ടത്തിൽ അല്ല, ഇതിനൊന്നും നമുക്ക് സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് എഴുതണ്ട കേട്ടോ. നറേഷന്റെ കൂട്ടത്തിൽ കൂടെ എഴുതിയാലും മതിയാവും, അല്ലെങ്കിൽ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചാലും മതിയാവും ഇങ്ങനെ. ഓക്കെ.
വർക്കിംഗ് നോട്ട് നമുക്ക് വേണ്ട, ഇനി വരുന്നതേ ഉള്ളൂ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ജസ്റ്റ് പ്രസന്റേഷൻ ഓഫ് ജേർണൽ എൻട്രി മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. കാരണം ഏതൊക്കെ ഷെയർസിന്റെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തു, എത്ര കളക്ട് ചെയ്തു, പിന്നെ എത്ര സ്റ്റേജസിലായിട്ട് എമൗണ്ട് കളക്ട് ചെയ്തു നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോള്, അപ്പൊ ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. അത് മനസ്സിലാക്കാൻ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇതാണ്ട്. ഈസ്റ്റേൺ കമ്പനി ലിമിറ്റഡ് issued 40,000 shares of ₹10 each to the public for subscription out of its share capital payable as 4 on application, 3 on allotment, ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇവിടെ കണ്ടോ, ഒരു കോളേ ഉള്ളൂ, അത് തന്നെയാണ് ഫൈനൽ കോൾ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫോർ 40,000 ഷെയർസ്. ഇവിടെ ഇഷ്യൂ ചെയ്ത അത്രയും ഷെയറിന് തന്നെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളൂ കേട്ടോ, കണ്ടോ. പിന്നെ ഷെയർസിന്റെ ഫേസ് വാല്യൂ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഇവിടെയും തന്നിട്ടുണ്ട്, 10 rupees. ഇവിടെ 10 rupees, നേരത്തെ 100 ആയിരുന്നു. ഇനി ആപ്ലിക്കേഷൻ 40,000 ഷെയർസിന് കിട്ടിയിട്ടുണ്ട്. ദ കമ്പനി മെയ്ഡ് ദ അലോട്ട്മെന്റ് ടു ദ ആപ്ലിക്കൻസ് ഇൻ ഫുൾ. അപ്പൊ എല്ലാവർക്കും നമ്മൾ എന്ത് കറക്റ്റ് ആയിട്ട് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ കിട്ടാനുള്ള എമൗണ്ട് ഫുള്ളും കിട്ടി. ഇവിടെ നമുക്ക് കിട്ടാത്ത എമൗണ്ട് ഒന്നും ഇല്ല, ഫുള്ള് കിട്ടി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ജേർണൽ എൻട്രീസ് എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പൊ ജേർണൽ എൻട്രീസ് ഓർഡറിലൊന്ന് പറയാമോ? ജസ്റ്റ് പറഞ്ഞു നോക്കാമോ? ഫസ്റ്റ് ജേർണൽ എൻട്രി എന്തുമായിരിക്കും ഇവിടെ? അതെ, റിസീവ് ചെയ്യുന്നത്. അപ്പോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അതാണ് വരുന്നത് കേട്ടോ. റെസിപ്റ്റ് എൻട്രിയാണ് ആദ്യം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം ഷെയർ ക്യാപിറ്റലോട്ട്. അപ്പോൾ ഉള്ള ജേർണൽ എൻട്രി ഓക്കെ, കഴിഞ്ഞു. ഇവിടെ ഇനി നമുക്ക് റീഫണ്ട് ഒന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഡ്യൂ എൻട്രി ആണ്. അപ്പൊ അലോട്ട്മെന്റ് ഡ്യൂ എൻട്രി പറഞ്ഞ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ ഉള്ള ജേർണൽ എൻട്രിയോ? അലോട്ട്മെന്റ് മണി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അത് അവിടെ കഴിഞ്ഞു. അപ്പൊ അലോട്ട്മെന്റ് കേസ് അവിടെ തീർന്നു. ഇനി ഇവിടെ നമുക്ക് ഒരു കോളേ ഉള്ളൂ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അതിനും ആദ്യം എഴുതേണ്ട ഡ്യൂ എൻട്രി. ഡ്യൂ എൻട്രി പറഞ്ഞേ. ഷെയർ ഇത് പറയുമ്പോൾ നമുക്ക് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ ആണല്ലോ? അത് റിസീവ് ചെയ്യുമ്പോൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അത്രയാണ്. അപ്പൊ അത് ഫുൾ ആയിട്ട് നമുക്ക് ഫുൾ എമൗണ്ടും കിട്ടുന്നുണ്ട്. ഇവിടെ വേറെ ഡ്യൂ ഒന്നുമില്ല, ആരും പൈസ തരാണ്ടിരിക്കുന്നുമില്ല. എല്ലാ ജേർണൽ എൻട്രീസും കറക്റ്റാ, ഈ പറഞ്ഞ പോലെ തന്നെ. അത് സിമ്പിൾ ക്വസ്റ്റ്യനാ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്യാം. നമ്മുടെ റെഫറൻസ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. ഇനിയാണ് നമ്മൾ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചില്ലായിരുന്നു 100 ഷെയർസിന്റെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ ഫസ്റ്റ് ഇലിസ്ട്രേഷനിൽ? അത് നമുക്ക് ഒരു അക്കൗണ്ട് വഴി വേണമെങ്കിൽ പ്രസന്റ് ചെയ്ത് കാണിക്കാം ആ കിട്ടാത്തത്. അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ. എത്ര എമൗണ്ട് ആണോ നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ളത് അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ആണ് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. അപ്പൊ ഈ അക്കൗണ്ടിനുള്ളിൽ നമുക്കത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോൾസ് ഇൻ അരിയർ. അപ്പൊ കോൾസ് ഇൻ അരിയർ യൂഷ്വലി നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ്. ഏതാണോ കിട്ടാത്തത്, യൂഷ്വലി കോളുകളായിരിക്കും കിട്ടാത്തത്. അലോട്ട്മെന്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാണ്ടിരിക്കത്തില്ല, കോളുകളായിരിക്കും ആൾക്കാർ തരാതിരിക്കുന്നത്. അപ്പൊ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വരണമെന്നില്ല. ഏതാണോ കിട്ടാത്തത് അതിനായിരിക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റും ആയിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോൾസ് അവർ തരും, ഇൻട്രസ്റ്റോട് കൂടി തരും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഡീഫോൾട്ട് ആയിട്ട് തരാണ്ടിരുന്ന ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ആ അരിയറിന്റെ എമൗണ്ട് ഇങ്ങ് തരും. അങ്ങനെ അവർ തരുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്ന ആ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. അവർ പൈസ തരുമ്പോൾ ഈ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തിട്ട്
പിന്നെ നമ്മളത് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ എൻട്രി എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, നമ്മൾ ആ എമൗണ്ടിനെ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ കോൾസ് ഇൻ അരിയറിന് നമ്മൾ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും, കമ്പനി ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും. ആ ഇൻട്രസ്റ്റ് കമ്പനിക്ക് ഇൻകം, അതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും ഷെയർ ഹോൾഡർ ഇൻട്രസ്റ്റ് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനത്തുള്ള റെയർ ആണ്, നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചു വെക്കുന്നതേ ഉള്ളൂ. അപ്പൊ കോൾസ് ഇൻ അരിയർ നമുക്ക് റിസീവ് ചെയ്യുവാണെങ്കിൽ മാത്രം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. ഓക്കെ, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ Chronic Limited issued 10,000 equity shares of ₹10 each, payable at ₹2.50 on application, 3 on allotment, 2 on first call. 2.50 application money, 3 allotment money, 2 first call money. Balance 2.50 second and final call. അപ്പോൾ ഇവിടെ second and final call വരെയുണ്ട്. Issued 10,000 equity shares issued ആണ്. Face value തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, ബാലൻസ് ഓൺ സെക്കൻഡ് ഫൈനൽ കോൾ എല്ലാം തന്നിട്ടുണ്ട്. ഓൾ ദ ഷെയർസ് വെയർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ്. എല്ലാ ഷെയർസും ആൾക്കാർ ഫുൾ ആയിട്ട് മേടിച്ചു. 10,000 ഷെയർസിന് ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടി. ഇനി എല്ലാവരും എല്ലാ എമൗണ്ടും തന്നു, ബട്ട് ഒരു 100 ഷെയർസ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ തന്നില്ല. അപ്പോൾ ഫസ്റ്റ് കോൾ വരെ ഉള്ള റെസിപ്റ്റ് വരെ നമുക്ക് എല്ലാ എമൗണ്ട് ഫുൾ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് കേസ് ആയപ്പോൾ നമുക്ക് കിട്ടാതെ വന്നത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മാത്രം. അപ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ റെസിപ്റ്റിൽ മാത്രം നമ്മൾ 100 ഷെയർസ് കുറച്ച് കാണിക്കണം. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ റെസിപ്റ്റിൽ മാത്രം 9,900 ഇൻറ്റു 2.50 നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവിടെ നമുക്ക് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എങ്ങനെ യൂസ് ചെയ്യണം അതും കൂടി പഠിക്കാൻ പറ്റും. ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എപ്പോഴും നമ്മൾ റെസിപ്റ്റ് എൻട്രിയുടെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം റെസിപ്റ്റ് എൻട്രിയിൽ ബാങ്കിൽ എത്ര കിട്ടി ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുക, എത്ര എമൗണ്ട് നമുക്ക് കിട്ടിയില്ല ആ കിട്ടാത്ത എമൗണ്ട് കോൾസ് ഇൻ അരിയറിൽ ഡെബിറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടാത്തത് 100 ഷെയർസ് ഇൻറ്റു 2.5 റുപ്പീസ് ആണ്. 100 ഷെയർസ് ഇൻറ്റു 2.50 അതാണ് ഇവർ ഈ 250 എഴുതിയിരിക്കുന്നത്. കണ്ടു, നമുക്ക് എത്ര എമൗണ്ട് കിട്ടി അതാണ് 24,750. അതായത് 9,900 ഇൻറ്റു 2.50. 100 ഷെയർസ് ഒഴിച്ച് ബാക്കി ഫുള്ള് നമുക്ക് റിസീവ് ചെയ്തല്ലോ. പിന്നെ കിട്ടാത്തത് 100 ഷെയർസ് ഇൻറ്റു 2.50. അപ്പം അത് നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്നങ്ങ് എഴുതിയതാണ്. പക്ഷെ ഇവിടെ നോക്ക്, നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഇപ്പോൾ പഠിച്ചു, അതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് എപ്പോഴും നമ്മൾ റെസിപ്റ്റ് എൻട്രിയുടെ കൂടെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് മാത്രം എത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അരിയർ ആയിട്ട് കാണിക്കാനുള്ളതാ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ ആണോ? ബാക്കി ജേർണൽ എൻട്രീസിനൊന്നും ഒരു മാറ്റവും ഇല്ല, സെയിം ആണ്. ഇനി ഒരു അഡീഷണൽ പോയിന്റ് കൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ, ഷെയർ അലോട്ട്മെന്റ് അങ്ങനെയൊക്കെയാണ് പഠിച്ചേക്കുന്നത് ജേർണൽ എൻട്രീസ് എഴുതുമ്പോൾ. പക്ഷേ നേച്ചർ ഓഫ് ഷെയർ, അതായത് ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആ ഷെയറിന്റെ പേരൂടെ ചേർത്ത് വേണം നമ്മൾ ഈ ആപ്ലിക്കേഷനും അലോട്ട്മെന്റും ഒക്കെ എഴുതാൻ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്, ആ ഒരു നെയിം അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വിറ്റി ഷെയർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ കോൾസ് ഇൻ അരിയർ ഒക്കെയാണ്. ഇനി കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടാത്തതാണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കമ്പനി ചിലപ്പോൾ ആ കോള് വിളിച്ചിട്ടുണ്ടാവത്തില്ല, ആ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ആ പൈസ നേരത്തെ നമുക്ക് തരും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് കോൾ മണി പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇത് നമുക്കൊരു ലയബിലിറ്റി എപ്പോഴായാലും, കാരണം ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലായാലും ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. അഡ്വാൻസ് ആയിട്ട് ഇവർ എമൗണ്ട് തരുക, കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പൊ ഈ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അവിടെ. അത് അവിടെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്തു, അഡ്വാൻസ് ആയിട്ട്, കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു, അതെഴുതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും ഏത് കോളാണ് അഡ്വാൻസ് ആയിട്ട്, എത്ര ആൾക്കാരാണ് തന്നത്, എത്ര ഷെയർസ് കോൾസിന് അഡ്വാൻസ് തന്നു എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഈ കോൾസിന് അഡ്വാൻസ് എപ്പോഴാണോ ഡ്യൂ ആവുന്നത് ആ സമയത്ത് നമുക്ക് അതിനെ ആ കറസ്പോണ്ടിങ് കോളിൽ ഡ്യൂ ആക്കി എഴുതാം. എന്ന് വെച്ചാൽ കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇത് കറക്റ്റ് ആയിട്ട് ഡ്യൂ ആവുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾസിന് അഡ്വാൻസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴാണോ ഡ്യൂ ആവുന്നത് ആ സമയത്ത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഫസ്റ്റ് കോൾ എങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ആ പർട്ടിക്കുലർ കോൾ ഏതാണോ അതിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ ഡെബിറ്റും ചെയ്യും, ആ കൺസേൺഡ് കോൾ അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ ഇതിനെ എടുക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രസന്റേഷൻ, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് തന്നെ കാണിക്കണം. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ ഹെഡ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസിൽ അതർ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റിക്കകത്ത് അതർ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ കോൾസ് ഇൻ അഡ്വാൻസിന്. ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റ് ഓൾറെഡി പഠിച്ചതാ, ബട്ട് അത്രയും ഇതായിട്ട് ചോദിക്കുമെന്ന് തോന്നുന്നില്ല, അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല. ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കോൾസ് ഇൻ അഡ്വാൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ കറണ്ട് ലയബിലിറ്റീസ്, അതിന്റെ സബ് ഹെഡ് അതർ കറണ്ട് ലയബിലിറ്റീസ്, അങ്ങനെയാണ്, അതിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഇൻട്രസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യാം. 12% ഇൻട്രസ്റ്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. അഡ്വാൻസ് ആയിട്ട് കോൾ തന്നു കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡറിന് നമുക്ക് 12% ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അവർക്ക് പേ ചെയ്യുമ്പോൾ വേണേൽ സിംഗിൾ എൻട്രി ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഡ്യൂ എൻട്രി, റെസിപ്റ്റ് എൻട്രി, അങ്ങനെ രണ്ട് രീതിയിൽ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നേരിട്ട് ജസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണിച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, നേരിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ആദ്യം ഡ്യൂ ആക്കി എഴുതും, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കൊടുക്കാൻ ഡ്യൂ ആയി എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതും, ഡ്യൂ എൻട്രി എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ഡെബിറ്റ് ചെയ്യും, എന്നിട്ട് ടു ബാങ്ക് പേയ്മെന്റ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ രണ്ട് എൻട്രി ആയിട്ടും എഴുതാം, അല്ലെങ്കിൽ ഒരൊറ്റ എൻട്രി ആയിട്ട് വേണേലും എഴുതാം. ഓക്കെ, അതുപോലെ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കത്തില്ല. അഥവാ MCQലെങ്ങാനും ജേണൽ എൻട്രീസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ജേണൽ എൻട്രീസ് റെക്കഗ്നൈസ് ചെയ്താൽ മതി. അപ്പൊ ഇതും കറക്റ്റ് ആണ്, ഈ രണ്ട് എൻട്രിയും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ തരുവാണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആണ്. ഈ ഒന്നുകിൽ ഇത് രണ്ടും ഒരുമിച്ച് എഴുതുക, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതുക. ഇതിൽ ഈ 3 ജേണൽ എൻട്രീസും നമ്മുടെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ ഇൻട്രസ്റ്റിന്റെ ജേണൽ എൻട്രി ആണ്. ഓക്കെ, നമുക്ക് വേണേ MCQ ചോദിക്കും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ജേണൽ എൻട്രീസ് തന്നിട്ട് റൈറ്റ് ഓർ റോങ് ആണോ എന്ന് ചോദിക്കും ചിലപ്പോൾ. അപ്പൊ അതാ ഇവിടെയാണ് കോൾസ് ഇൻ അഡ്വാൻസിന്, ഇവിടെ അഡ്വാൻസും അരിയറും രണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ഇത്തിരി എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ. കോണിക്ക ലിമിറ്റഡ് രജിസ്റ്റേർഡ്, ഓക്കെ, Konica Limited registered with an authorized equity capital of 2 lakh divided into 2000 shares of 100 each. അപ്പൊ ആദ്യം നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 lakh ആണ്. നമുക്ക് മൊത്തമുള്ള ഷെയർസ് 2000 ഷെയർസ് ഓഫ് 100 ഈച്ച് ആണ് മൊത്തം ഉള്ളത്. ഇനി ഇത് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ സ്പ്ലിറ്റ് അപ്പാണ്. ഇതിൽ എത്ര ഇഷ്യൂ ചെയ്തു എന്നും ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതാണ് നോക്കേണ്ടത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ല നമ്മൾ എഴുതേണ്ടത്. ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ ഇഷ്യൂഡ് നോക്കിയിട്ട് വേണം എഴുതാൻ. എത്രയാണ് ഇതിൽ ഇഷ്യൂഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ വേർഡിങ് എല്ലാം നോക്കി പോണം. ഇഷ്യൂ ചെയ്തേക്കുന്ന 1000 ഉള്ളൂ. അപ്പൊ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മുടെ പ്രോബ്ലം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ 1000 ഷെയർസിനെ ആയിരിക്കും. ആപ്ലിക്കേഷൻ ആയാലും അലോട്ട്മെന്റ് ആയാലും കോൾ ആയാലും നമ്മൾ ഈ 1000 ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്രം എഴുതി പോയാൽ മതി. മറ്റേത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിങ് പ്രസന്റേഷന് വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 1000 ഷെയർസിനെയാണ് എടുക്കേണ്ടത്. അപ്പൊ 1000 ഷെയർസ് ആണ് ഇഷ്യൂഡ്.
Payable 25 per share on application. Application money 25. 30 on allotment. Allotment 30. First call 20. പിന്നെ ബാലൻസ് വെൻ എവർ റിക്വയർഡ്. അപ്പൊ ഫസ്റ്റ് കോള് വിളിച്ച് അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ബാലൻസ് എപ്പോഴാണോ ആവശ്യം അപ്പോഴവർ കോള് വിളിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാലൻസ് അപ്പൊ ഇവിടെ ഫസ്റ്റ് കോള് വരെ വിളിച്ചിട്ടുള്ളൂ, ഫൈനൽ കോള് വിളിച്ചിട്ടില്ല. ഇത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ കളക്ട് ചെയ്യുന്ന വെച്ചാൽ 25 30. അപ്പൊ 55 60 70. അപ്പൊ ടോട്ടൽ 75 ആകെ കളക്ട് ചെയ്യുന്നുള്ളൂ. 25 ഇനിയും കളക്ട് ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. അപ്പൊ ആ ഒരു കോള് വിളിച്ചിട്ടില്ല. 25 റുപ്പീസിന്റെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള് വിളിച്ചിട്ടില്ല. ഓക്കെ, പറഞ്ഞോ. അല്ല, 2000 ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറഞ്ഞാല് ഒരു ഷെയറിന്റെ വാല്യൂ മനസ്സിലായോ? ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോ ഈ 1000 ഷെയർസിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്, മൊത്തം വാല്യൂ എന്ന് പറയുന്നത് 1000 into 100 മൊത്തം വാല്യൂ. അപ്പൊ അതിനെ അവർ കളക്ട് ചെയ്യുന്നത് 25 30 20 ഇത്രേ അവർ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 25 കൂടെ വരുന്നില്ലേ 100 റുപ്പീസ് ആണെങ്കിൽ, അല്ലേ? അപ്പൊ ആ 25 അവർ കോളൊന്നും വിളിച്ചിട്ടില്ല, ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ മണി ഓൺ 1000 ഷെയർസ് വാസ് ഡ്യൂലി റിസീവ്ഡ് ആൻഡ് അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ടു ദം. അപ്പൊ നമുക്കിപ്പോ ആപ്ലിക്കേഷൻ മണി ഫുൾ ആയിട്ട് 1000 ഷെയർസിന് കിട്ടി എന്ന് പറയുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തു എന്നും പറയുന്നുണ്ട് അടുത്ത ലൈനിൽ. The allotment amount was received in full, but when the first call was made. Allotment മണിയുടെ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഫുള്ള് കിട്ടിയിട്ടുണ്ട്. റെസിപ്റ്റ് എൻട്രിയിൽ ഫുൾ എഴുതാം. But when the first call was made, one shareholder failed to pay amount of 100 shares. ഫസ്റ്റ് കോൾ വിളിച്ചപ്പോ പക്ഷെ അവിടെ നമുക്ക് അരിയർ വരുന്നുണ്ട്. ഫസ്റ്റ് കോളിൽ ഒരു 100 ഷെയർസ് തന്നിട്ടില്ല എമൗണ്ട്. പിന്നെ ആൻഡ് അനദർ ഷെയർ ഹോൾഡർ വിത്ത് 50 ഷെയർസ്. വേറൊരു ഷെയർ ഹോൾഡർ, ഒരു 50 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വേറൊരു ഷെയർ ഹോൾഡർ എൻറ്റയർ എമൗണ്ട് ഓൺ ഹിസ് ഷെയർ, മൊത്തം ഷെയർ അയാളുടെ ഫുൾ ഷെയർ മണി ഇങ്ങ് തന്നു. അതായത് 50 ഷെയർസിന്റെ 25 റുപ്പീസ് വെച്ചിട്ട് ആ കോൾ ചെയ്യാത്ത എമൗണ്ട് ഉണ്ടല്ലോ അതും കൂടി അദ്ദേഹം തന്നിട്ടുണ്ട്. മനസ്സിലായോ? അഡ്വാൻസ്, അവിടെയാണ് കോൾസ് ഇൻ അഡ്വാൻസ്. കണ്ടോ? paid the entire amount of his share എന്ന് പറയുമ്പോൾ കോള് വിളിച്ചതും വിളിക്കാത്തതുമായിട്ടുള്ള ഫുൾ എമൗണ്ട് കളക്ട് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ ആണല്ലോ? പിന്നെ ദ കമ്പനി ഡിഡ് നോട്ട് മേക്ക് എനി അതർ കോൾ. വേറെ ഒരു കോളും കമ്പനി വിളിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഫസ്റ്റ് കോൾ വിളിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കുക, വേറെ കോൾസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 1000 ഷെയർസ് ഇൻറ്റു 25 റുപ്പീസ് ആപ്ലിക്കേഷൻ മണി 25,000 25,000. ആ കളക്ട് ചെയ്ത എമൗണ്ടിനെ ഷെയർ ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 25 25. അലോട്ട്മെന്റ് അതും ഫുൾ എമൗണ്ട് റിസീവ്ഡ് എന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഡ്യൂ എൻട്രി എഴുതുക അലോട്ട്മെന്റിന്റെ. പിന്നെ ഇവിടെ റീഫണ്ട് ഒന്നും ഇല്ല, മനസ്സിലായല്ലോ? കാരണം നമുക്കിപ്പോ ഫുൾ ആയിട്ടാ റിസീവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെന്റ് ഡ്യൂ എൻട്രി ആണ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അത് 1000 റുപ്പീസ് ഇൻറ്റു 30 റുപ്പീസ് ആണ് അലോട്ട്മെന്റ്. 30,000 30,000 സെയിം എമൗണ്ട്, ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് ഫുൾ എമൗണ്ട് കിട്ടിയെന്ന്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇനി അടുത്തത് കോളാണ്. കോളില് ഡ്യൂ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര കിട്ടിയില്ല എന്നുള്ളത്. ഡ്യൂ ആവുമ്പോൾ ഫുൾ എമൗണ്ട് ഡ്യൂ ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1000 ഷെയർസിന്റെ കോൾ ഫസ്റ്റ് കോൾ മണി എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. 20,000 ഡ്യൂ ആണ്, അത് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് കോളിൽ നമുക്കിനി കിട്ടാത്ത എമൗണ്ട് എഴുതണം. അടുത്തത് റെസിപ്റ്റ് എൻട്രിയുടെ കൂടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എത്ര കളക്ട് ചെയ്തു. കളക്ട് ചെയ്തതെന്ന് പറഞ്ഞാല് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കാരണം അഡ്വാൻസ് എമൗണ്ടും കൂടി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മൾ അഡ്വാൻസ് എമൗണ്ട് ആദ്യം നമുക്ക് എഴുതാം. 50 ഷെയർസിന്റെ 25 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ കിട്ടിയില്ലേ, അതും കൂടി ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ 50 ഇൻറ്റു 25 റുപ്പീസ് എന്തായാലും എടുക്കണം. പ്ലസ് പിന്നെയാണ് നമുക്ക് 100 ഷെയർസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ 19,900 ഇൻറ്റു
19,900 എന്ന് പറയുമ്പോൾ 19,900 100 ഷെയർസ് അല്ലേ ഉള്ളൂ കിട്ടാത്തത്. 19,900 ഇൻറ്റു നമ്മുടെ കോൾ മണി ഇൻറ്റു 20 റുപ്പീസ്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ വരേണ്ടത് ശരിക്കും. ഓക്കെ, അപ്പോൾ 19,900 ഇൻറ്റു 20 റുപ്പീസും. ഇതിനകത്ത് കാൽക്കുലേഷൻ മിസ്റ്റേക്സ് കാണും കേട്ടോ. അത് NCERTയുടെ പ്രശ്നമാണ്. അത് നമുക്ക് എമൗണ്ട് വരുമ്പോൾ ഇങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പൊ ഇതില് ഞാനിപ്പോ 19,900 എന്ന് എഴുതിയത്. ഇവിടെ അത് എമൗണ്ട് അല്ലേ, 1000 ഷെയർസ് അല്ലേ ഉള്ളൂ. 900 അല്ലേ വരത്തും. 900. ഓക്കെ, 900 ഇൻറ്റു നമുക്ക് 20 റുപ്പീസ് വെച്ചിട്ടാണ് കളക്ട് ചെയ്യാനുള്ളത്. 20 റുപ്പീസ് വെച്ചിട്ട് അപ്പൊ 18,000. ഓക്കെ, അപ്പോൾ 900 മൾട്ടിപ്ലൈഡ് ബൈ 20 റുപ്പീസ്, അപ്പൊ 18,000. ഓക്കെ, അതിന്റെ കൂടെ 50 ഇൻറ്റു 25 50 ഇൻറ്റു 25 1,250. അപ്പൊ ഈ 1,250യും 18,000 കൂടെ ആഡ് ചെയ്ത് ഒരുമിച്ചാണ് ഇവർ ഈ 19,250 എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ കാൽക്കുലേഷൻ അവിടെ നമ്മൾ അത് എഴുതിയിട്ടത് നമുക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം എഴുതേണ്ട എന്തുവെന്ന് അറിയാമോ, ഇങ്ങനെയുള്ള കേസിൽ എപ്പോഴും അഡ്വാൻസ് കിട്ടിയത് ആദ്യം നമ്മൾ അങ്ങ് എഴുതി വെക്കണം. അപ്പൊ നമ്മുടെ കൺഫ്യൂഷൻ ഒഴിവാവും. ഓക്കെ, അഡ്വാൻസ് എത്ര കിട്ടിയെന്നുള്ളത്. നമ്മൾ കോള് വിളിക്കാത്തത് ആ 50 ഷെയർസിന്റെ 25 റുപ്പീസ് അല്ലേ ഉള്ളൂ കോള് വിളിക്കാത്തത്. അത് നമുക്ക് റിസീവ് ചെയ്തു, അതാണ് എക്സ്ട്രാ. അത് ആദ്യം അങ്ങ് എഴുതി വെക്കുക. പിന്നെ കിട്ടാത്ത എമൗണ്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. 100 ഷെയർസിന് എമൗണ്ടാണ് കിട്ടാത്തത്. 1000 100 പോയാൽ 900 ഷെയർസിൻ്റെ ബാക്കി റിസീവ് ചെയ്തിട്ടുണ്ട്. 900 ഷെയർസ് ഇൻറ്റു കോൾ മണി 20 റുപ്പീസ്. ഈ ടോട്ടലാണ് നമുക്ക് ആകെ മൊത്തം റിസീവ് ചെയ്ത എമൗണ്ട് 19,250. ഇനി കിട്ടാത്ത എമൗണ്ട് എന്ന് പറയുന്നത് 100 ഷെയർസ് ഇൻറ്റു 20 റുപ്പീസ് ആണല്ലോ. ഓക്കെ, അപ്പൊ അതുമായിട്ടുണ്ട് 2,000. ഇനി ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോളിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഈ എമൗണ്ടേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇവിടെ കോൾസ് ഇൻ അരിയർ നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ഫുൾ എമൗണ്ടും ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണിക്കുക ഫസ്റ്റ് കോളിലോട്ട്. കാരണം കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട്. ഓക്കെ, കാരണം എന്നെങ്കിലും ഇയാൾ പൈസ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ആ എമൗണ്ടും കൂടി ചേർത്ത് 20,000 ആയിട്ട് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലോട്ട് ഫസ്റ്റ് കോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി കോൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും കൂടെ വേണം. ഈ ബാങ്ക് അക്കൗണ്ടിലെ എമൗണ്ട് കിടപ്പുണ്ട്, പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ആ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന 50 ഇൻറ്റു 25 എന്ന് പറയുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ജേർണൽ എൻട്രി. ഇപ്പൊ ഇതിൽ അരിയറും വരുന്നുണ്ട്, അഡ്വാൻസും വരുന്നുണ്ട് ഈ ജേർണൽ എൻട്രിയിൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ റെഫറൻസ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻ കാണും ഇതേപോലത്തത്. അപ്പൊ അരിയറും അഡ്വാൻസും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഇലുസ്ട്രേഷൻ 4 NCERTയിൽ ഇലുസ്ട്രേഷൻ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ.